അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. എന്നാലും ഞാൻ എന്റെ അനുഭവം വീട്ടിലുള്ള അനുഭവമാണ്. നമ്മുടെ ബേസിക് യൂണിറ്റ് എന്നത് നമ്മുടെ ഫാമിലിയാണ്. എന്റെ ഫാമിലിയില് അപ്പൊ അത് ഞങ്ങളുടെ വരാനുണ്ടായ സാഹചര്യത്തിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അത് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ജോയിൻ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് പുള്ളി എന്റെ തലയിലേക്ക് വെച്ചത്. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, എന്റെ തലയിലേക്കാണ് എന്ത് വന്നാലും ലാസ്റ്റ് എന്റെ തലയിൽ വരും, അത് എന്റെ തലയിലേക്ക് വെച്ച് തന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിനോട്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ പറയും എന്റെ സമയം എന്നെ വെറുതെ ഇങ്ങനെ അവിടെ കൊണ്ടിരിക്കും. ഞാനിങ്ങനെ എത്ര നേരം ഇരിക്കേണ്ട, എത്ര എനിക്ക് വീട്ടിൽ അച്ഛനുണ്ട്, അതാണ് പ്രശ്നമുണ്ട്. അപ്പൊ മക്കളെ ഞാൻ വീണ്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എനിക്കത് വലിയൊരു ഫാക്ടറായിരുന്നു എനിക്ക് എങ്ങനെ വരുന്നുള്ളത്. പക്ഷെ ദൈവത്തിന്റെ സഹായം, സാറിന്റെ ഒരു അനുഗ്രഹം, അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെ എനിക്കിവിടെ വരുന്നതിൽ 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് പറ്റില്ല എന്നത് എനിക്ക് ബാക്കി എല്ലാ ക്ലാസ്സിലും എനിക്കിവിടെ വരാൻ സാധിച്ചു. അതുപോലെ എന്റെ മോളാണെങ്കിൽ അലോപ്പതി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം പ്രകൃതിയൊക്കെ പറയുമ്പോ അവർക്കത് പിടിക്കില്ല, അവർ ഇതിനെതിരാണല്ലോ. പക്ഷേ വീട്ടിൽ എല്ലാ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവരുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം അപ്പൊ ഇന്ന് സാർ എന്താ പറഞ്ഞത്, ഇന്ന് സാറിന്റെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, അപ്പൊ അതും കൂടി അറിഞ്ഞുകൊണ്ട് ഒരു പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ എത്തിക്കുക. അപ്പൊ അതെനിക്കൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസും കാര്യം ഹസ്ബൻഡിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് കുക്കുംബർ ജ്യൂസ് കഴിച്ചവർക്ക് ഗ്യാസിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നൊരു ഞാൻ പറഞ്ഞു. പിന്നെ ആൾക്ക് അങ്ങനെ പറയും, നിങ്ങൾ കുക്കുംബർ അരിഞ്ഞ് കഴിച്ചു. അപ്പൊ രാവിലെ 6 മണിക്ക് ആൾക്ക് പോകണം. ആ സമയം കഴിക്കാൻ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ അരിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഞങ്ങളുടെ വീട്ടില് 4 പേരും കുക്കുംബർ ജ്യൂസ് കഴിക്കും. അത് ഞാൻ അരമണിക്കൂർ എന്റെ പോകുകയാണ് രാവിലെ എഴുന്നേറ്റിട്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമേ അല്ലാതെ നമ്മളുടെ ഹെൽത്ത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്കത് കുറെ കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇപ്പോഴേ തന്നെ ചിന്തിക്കാൻ തുടങ്ങുക. സാറിനോട് എന്റെ ഏറ്റവും നല്ല രീതിയിൽ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ. അതുപോലെ നിങ്ങളും അതിന്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പഠനത്തിലേക്ക് വരണം. ഉൾക്കൊള്ളാൻ പൂർണ്ണമായിട്ട് സാധിക്കണം. എനിക്കിപ്പോഴും സാധിച്ചിട്ടില്ല. എന്തായാലും അടുത്ത ക്ലാസ്സിലെ ഹസ്ബൻഡിനെ കൊണ്ടുവരും. അപ്പൊ അതുപോലെ അതിന്റെ ചാനലും അടുത്ത ഞാനും ഉണ്ടാവും. എനിക്ക് ഇനിയും ഇതിൽ തന്നെ ഇരിക്കണം എന്ന് തന്നെ ആഗ്രഹം. ആ ഒരു സ്കിറ്റ് എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് നിങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ അനുഭവങ്ങളും